ഒരു സബ്സ്ക്രൈബറുടെ ചോദ്യത്തിനുള്ള ഉത്തരമാണ്. ചോദ്യം ഇതാണ്: കെട്ടിട നമ്പർ ഇല്ല, ആ കെട്ടിടം വാങ്ങുന്നത് കൊണ്ട് എന്തെങ്കിലും പ്രശ്നമുണ്ടാകുമോ എന്നുള്ളതാണ്. കെട്ടിടം എന്ന് പറഞ്ഞാൽ ഒരു വീടാണ്, 950 സ്ക്വയർ ഫീറ്റ് വരെ ഉള്ള ഒരു കെട്ടിടമാണ്. ഈ കെട്ടിടം വാങ്ങുന്നതിന് എന്തെങ്കിലും ബുദ്ധിമുട്ടുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. അപ്പോൾ ഞാനവരുടെ ഉത്തരം അവസാനം പറയാം. അതിനു മുമ്പായി നിങ്ങൾ ഇതുമായി ബന്ധപ്പെട്ട് തന്നെ അറിഞ്ഞിരിക്കേണ്ട ചില കാര്യങ്ങളാണ്. നല്ല ചോദ്യമാണ് ഇത്, പലർക്കും പ്രയോജനപ്പെടുന്നതാണ്. ഈ എന്തുകൊണ്ടാണ് ആളുകൾ കെട്ടിട നമ്പർ ഇല്ലെങ്കിലും വാങ്ങുന്നത്? പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇതിന് വില കുറവായിരിക്കും. പെട്ടെന്ന് വില കുറവ് ആയി കിട്ടുമ്പോൾ മറ്റൊന്നും ആലോചിക്കാതെ ആ കെട്ടിടം വാങ്ങും. വാങ്ങിക്കഴിഞ്ഞതിന് ശേഷമാണ് ഇത് കുരിശായിരുന്നു എന്ന് മനസ്സിലാകുന്നത്. അപ്പോൾ വൈകിപ്പോകും. പിന്നെ ഈ കുരിശ് തലയിൽ നിന്നും ഊരി വെക്കുന്നതിന് വേണ്ടിയുള്ള നെട്ടോട്ടം ആയിരിക്കും. അപ്പോൾ ഈ സബ്സ്ക്രൈബർ എന്തായാലും മിടുക്കനാണ്. അദ്ദേഹം എന്തായാലും ചോദിക്കാനുള്ള ഒരു മനസ്സ് അയാൾ കാണിച്ചു. അതിൻ്റെ പ്രയോജനം അയാൾക്കുണ്ടാവുകയും ചെയ്യും. ഒരു കെട്ടിടത്തിൻ്റെ ഐഡൻറ്റിറ്റി എന്ന് പറയുന്നത് കെട്ടിടത്തിൻ്റെ നമ്പരാണ്. ഞാൻ മുമ്പ് എപ്പിസോഡിൽ പറഞ്ഞിട്ടുണ്ട്. നമുക്കെല്ലാം പേരുള്ളതുപോലെ ഒരു കെട്ടിടത്തിന്, ഒരു വീടിന് അല്ലെങ്കിൽ ഒരു ഷോപ്പിന് അതിന് ഒരു നമ്പരുണ്ടാവും, കെട്ടിട നമ്പരുണ്ടാകും. ആരാണ് കെട്ടിട നമ്പർ നൽകുന്നത്? ലോക്കൽ ബോഡിയാണ്. എന്താണ് ലോക്കൽ ബോഡി? പഞ്ചായത്ത്, മുനിസിപ്പാലിറ്റി, കോർപ്പറേഷൻ. ഈ കെട്ടിടം അല്ലെങ്കിൽ ഈ വീട് എവിടെയാണോ അവിടുത്തെ ലോക്കൽ ബോഡിയാണ് ഇതിന് നമ്പർ തരുന്നത്, കെട്ടിട നമ്പർ നൽകുന്നത്. അതോടുകൂടി ഈ കെട്ടിടത്തിന് നമ്പർ കിട്ടിയാൽ അത് അറ്റ് പ്രസൻറ്റ്, ആ സമയം അത് ഓക്കെ ആയി എന്നുള്ളതാണ്. അതിനെ നിങ്ങളുടെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിലെ അസസ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് നിങ്ങളുടെ കെട്ടിടത്തിന് നമ്പരായി, നിങ്ങളുടെ പേരായി, നിങ്ങളുടെ ബിൽഡിംഗ് പെർമിറ്റ് നമ്പരായി, കെട്ടിടം പൂർത്തിയായി കഴിഞ്ഞാൽ പിന്നീടുള്ള കാര്യമല്ല ഞാൻ പറയുന്നത്. ആദ്യം ഇതെല്ലാ ഡീറ്റെയിൽസും അസസ്മെൻറ്റ് രജിസ്റ്ററിനകത്ത് എൻഡോഴ്സ് ചെയ്ത് കഴിഞ്ഞു. അപ്പോൾ നൗ യു ആർ ഓക്കെ ഫോർ ദ ബിൽഡിംഗ് നമ്പർ ഓഫ് യുവർ ഓൺ ബിൽഡിംഗ്. നിങ്ങളുടെ സ്വന്തം അല്ലെങ്കിൽ നിങ്ങളുടെ വേറെ ആർക്കെങ്കിലും വേണ്ടിയാണെങ്കിൽ അതും. എങ്ങനെയായാലും നിങ്ങൾക്ക് കെട്ടിട നമ്പർ ആയിക്കഴിഞ്ഞാൽ അതിന് ഒരു ഐഡൻറ്റിറ്റി ആയി. എന്തുകൊണ്ട് കെട്ടിട നമ്പർ കിട്ടുന്നില്ല? അവിടെയാണ് ഈ കെട്ടിടം വാങ്ങാൻ പോകുന്നവർ ആലോചിക്കേണ്ടത്. ഇതിന് കെട്ടിട നമ്പർ ഇല്ലെങ്കിൽ എത്ര നാളായി കെട്ടിട നമ്പർ ഇല്ലാതെ ഈ ബിൽഡിംഗ് ഇവിടെ സ്ഥിതി ചെയ്യുന്നു? അപ്പോൾ തരുന്ന ആൾ ചിലപ്പോൾ നിങ്ങളോട് പറയും, കെട്ടിട നമ്പറിൻ്റെ പ്ലേറ്റ് കാണാനില്ല, അതിവിടെ എഴുതിയിട്ടിരുന്നു, ഇപ്പം മാഞ്ഞു പോയി. ഇതൊക്കെ പറഞ്ഞാൽ നിങ്ങൾക്ക് സിമ്പിളായി ചോദിക്കാം, അങ്ങനെയാണെങ്കിൽ ടാക്സ് അടച്ച രസീതൊന്ന് തരൂ. കെട്ടിടത്തിൻ്റെ പ്രോപ്പർട്ടി ടാക്സ് എന്നാണ് പറയുന്നത് കേട്ടോ, ബിൽഡിംഗ് ടാക്സ് എന്നല്ല. അടിച്ചിരിക്കുന്നത് വസ്തു നികുതി എന്നാണ്. അത് കാണുമ്പോൾ ഇത് കെട്ടിട നികുതി അല്ലല്ലോ എന്നൊന്നും പറഞ്ഞു കളയരുത്. കെട്ടിട നികുതിയെ തദ്ദേശ സ്ഥാപനങ്ങളിൽ അതിനെ വസ്തുനികുതി എന്നാണ് പറയുന്നത്. പലവട്ടം ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് നോക്കുക, അത് അപ്ഡേറ്റ് ആണോ എന്നും നോക്കണം. അപ്പോൾ പ്രോപ്പർട്ടി ടാക്സിൻ്റെ രസീത് ചോദിക്കുക. ആ രസീത് അപ്ഡേറ്റ് ആണോ എന്ന് നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് പ്രശ്നമൊന്നുമില്ല. അപ്പോൾ കെട്ടിട നമ്പർ ഇല്ലെങ്കിൽ അയാളുടെ ഓർമ്മയിൽ കെട്ടിട നമ്പർ പറഞ്ഞു തരാൻ പറയണം. ഇല്ല, ശരി, അടുത്ത വീട്ടിലെ കെട്ടിട നമ്പർ എടുക്കണം. ആ നമ്പർ എടുത്തിട്ട് നിങ്ങൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി കഴിഞ്ഞാൽ അവിടുത്തെ അസസ്മെൻറ്റ് രജിസ്റ്ററിൽ ആ കെട്ടിടത്തിൻ്റെ ഡീറ്റെയിൽസ് അറിയാം. നിങ്ങൾക്ക് തരുന്ന വ്യക്തി തന്നെയാണോ ആ കെട്ടിടത്തിൽ നിലവിൽ ടാക്സ് അടച്ചുകൊണ്ടിരിക്കുന്നതെന്ന് നിങ്ങൾക്ക് അവിടെ പോയാൽ വ്യക്തമായും മനസ്സിലാക്കാൻ പറ്റും. അപ്പോൾ ഇവിടെ ഇദ്ദേഹം ചോദിച്ച ചോദ്യം കെട്ടിട നമ്പർ ഇല്ലെങ്കിൽ ഞാൻ വാങ്ങണോ വേണ്ടയോ എന്നുള്ളതാണ്. അതിനു മുമ്പ് എന്തുകൊണ്ട് കെട്ടിട നമ്പർ കിട്ടിയില്ല എന്ന് ആദ്യം മനസ്സിലാക്കണം, ചോദിച്ച് മനസ്സിലാക്കണം. ഇല്ല എങ്കിൽ നിങ്ങൾ അറിഞ്ഞിരിക്കണം, വ്യക്തമായും അവരൊന്നും വിട്ടു പറഞ്ഞില്ലെങ്കിൽ മനസ്സിലാക്കിയിരിക്കണം, ഈ കെട്ടിടത്തിന് നമ്പർ കൊടുക്കാതിരിക്കാനുള്ള സാങ്കേതിക പ്രശ്നം ഉണ്ട്. ഈ കെട്ടിടത്തിന് ചിലപ്പോൾ അൺഓതറൈസ്ഡ് കൺസ്ട്രക്ഷൻ എന്ന നിലയിലോ ഏതെങ്കിലും തരത്തിൽ ഇല്ലീഗൽ കൺസ്ട്രക്ഷൻ എന്ന് പറഞ്ഞാൽ അനധികൃത നിർമ്മാണം, ഒന്നുകിൽ പെർമിറ്റിൽ നിന്നും വയലേറ്റ് ചെയ്തുകൊണ്ട് നിർമ്മിച്ചു, ഇല്ലെങ്കിൽ പെർമിറ്റേ ഇല്ലാതെ നിർമ്മിച്ചു. ഇങ്ങനെയുള്ള രണ്ട് കാര്യങ്ങൾ അതിനകത്ത് വരാം. ഡീവിയേഷൻ ഓഫ് ദ ബിൽഡിംഗ് പ്ലാൻ ആൻഡ് ആൾസോ വിത്തൗട്ട് പെർമിറ്റ് ദേ ഹാവ് കൺസ്ട്രക്റ്റഡ് ദി ബിൽഡിംഗ്. ഇത് രണ്ടിൽ ഏതെങ്കിലും ഒന്നാകാം. ഇത് ലോക്കൽ ബോഡി പോയി അന്വേഷിച്ച് ക്ലിയർ ചെയ്യണം. അൺഓതറൈസ്ഡ് ബിൽഡിംഗ് ആണെങ്കിൽ എന്തുകൊണ്ടാണ്? അതിൻ്റെ റിക്വയർമെൻറ്റ്സ് 4 ചുറ്റും വേണ്ടതായ ഓപ്പൺ സ്പേസ് ഇല്ലാത്തത് കൊണ്ടാണോ? അങ്ങനെയാണെങ്കിൽ നിങ്ങൾ വാങ്ങരുത്. വാങ്ങിയാൽ നിങ്ങൾക്ക് അത് റെഗുലറൈസ് ചെയ്ത് കിട്ടാൻ ബുദ്ധിമുട്ടാണ്. അത് പിന്നീട് എപ്പോഴെങ്കിലും സർക്കാരിൻ്റെ തന്നെ ഒരു റെഗുലറൈസേഷൻ പോളിസിയൊക്കെ വെച്ച് ഒരു അദാലത്തോ മറ്റോ നടക്കുന്നെങ്കിൽ ചിലപ്പോൾ സംഭവിക്കാതിരിക്കാം. അതിനെതിരെ ആരെങ്കിലും പരാതിപ്പെട്ടിട്ടുണ്ടോ? അതിൻ്റെ അടിസ്ഥാനത്തിലാണോ കെട്ടിട നമ്പർ കിട്ടാത്തത്? ഇത് നിങ്ങൾ ആലോചിക്കണം. അപ്പോൾ ഒരു ബിൽഡിങ്ങിന് കെട്ടിട നമ്പർ ഇല്ലെങ്കിൽ അതിൻ്റെ അടിസ്ഥാന കാരണങ്ങൾ ഇതൊക്കെയാണ്. ഏതൊക്കെയാണ്? 1, ബിൽഡിംഗ് പ്ലാൻ ഇല്ലാതെ കെട്ടുക. 2, ബിൽഡിംഗ് പ്ലാനിന്
നിയമവിരുദ്ധമായി കെട്ടുക. 3, ആരുടെയെങ്കിലും പരാതിയുടെ അടിസ്ഥാനത്തിൽ ഇതിനെതിരെ നടപടി സ്വീകരിച്ചിരിക്കുക. ഇങ്ങനെ ഏതെങ്കിലും തരത്തിൽ ആയിരിക്കാം ഈ കെട്ടിടത്തിന് നമ്പറില്ലാതെ പോയത്. ഇനി ചില ആളുകൾക്ക് അവസാനം വീടൊക്കെ വെച്ച് നിർമ്മിച്ചൊക്കെ കഴിയുമ്പോൾ കാശില്ലാതെ വരും. അങ്ങനെ വരുമ്പോൾ പിന്നെ അവർ പോയി ബിൽഡിംഗ് നമ്പർ ഇടാനും ഒന്നും നിൽക്കില്ല. കംപ്ലീറ്റ് ചെയ്ത അതേ രീതിയിൽ നിങ്ങൾക്ക് തരും. നിങ്ങൾ കൊണ്ടുപോയി അപേക്ഷ കൊടുത്ത് മാറ്റാം. പക്ഷേ അപ്പോൾ നിങ്ങൾ ഇതിന് ബിൽഡിംഗ് പെർമിറ്റ് ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കണം. ബിൽഡിംഗ് പെർമിറ്റ്, പ്ലാൻ, അപ്രൂവ്ഡ് പ്ലാൻ, ആ പ്ലാൻ കിട്ടിയാൽ ഞാൻ 100% ഞാൻ നിങ്ങളോട് പറയുന്നു, നിങ്ങൾ പ്ലാൻ കിട്ടിയാൽ മാത്രം സാറ്റിസ്ഫൈഡ് ആകരുത്. ഈ പ്ലാനുമായി നിങ്ങൾ നേരെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനത്തിൽ പോയി ഇതിനെതിരെ നടപടികളൊന്നുമില്ല. KMBR അല്ലെങ്കിൽ KPBR, കേരള മുനിസിപ്പൽ ബിൽഡിംഗ് റൂൾസും കേരള പഞ്ചായത്ത് ബിൽഡിംഗ് റൂൾസ് പ്രകാരം, പഞ്ചായത്താണെങ്കിൽ രണ്ടാമത് പറഞ്ഞതാണ് ആപ്ലിക്കബിൾ, അത് പ്രകാരം നടപടികളൊന്നും ഇതിനെതിരെ നിലവിലില്ല എന്ന് ബോധ്യപ്പെടണം. എന്നിട്ടേ വാങ്ങാവൂ. അപ്പോൾ ചുരുക്കി ഞാൻ പറയാം, കെട്ടിട നമ്പറില്ലാത്ത ഒരു ബിൽഡിംഗ് നിങ്ങൾ വാങ്ങണം എങ്കിൽ അതിനെതിരെ ഒരു നടപടിയും ഇല്ല എന്ന് മനസ്സിലാക്കണം. അത് നടപടി ഉണ്ടാകുന്നത് ലോക്കൽ ബോഡിയിൽ നിന്നാണ് എന്നും മനസ്സിലാക്കുക. ഇതൊന്നുമില്ല, നോർമലായിട്ട് അവർക്ക് കാശില്ലാത്തത് കൊണ്ടാണ് കംപ്ലീഷൻ പ്ലാൻ കൊടുക്കാത്തത്, അത് പ്രകാരമാണ് ബിൽഡിംഗ് നമ്പർ കിട്ടാത്തത് എന്നൊക്കെയാണ് ബോധ്യപ്പെടുന്നതെങ്കിൽ ഇറ്റ്സ് ഓക്കെ. അല്ല എങ്കിൽ നിങ്ങൾ ബോധ്യപ്പെട്ടിട്ട് മാത്രം ചെയ്താൽ മതി എന്ന് 100 വട്ടം ഞാൻ പറയും. കുരിശ് ചുമക്കാതിരിക്കാൻ വേണ്ടിയാണ് പറയുന്നത്. ചുരുങ്ങിയ വിലയ്ക്ക് കിട്ടുമെന്ന് പറഞ്ഞ് ചാടി വീട് വാങ്ങുന്നതിന് മുമ്പ് ഇതെല്ലാം മനസ്സിലാക്കിയിരിക്കണം. എന്തായാലും ഈ ചാനലിൻ്റെ സബ്സ്ക്രൈബർമാർക്ക് നിശ്ചയമായും ഇത്തരം വിവരങ്ങൾ എല്ലാം നൽകുന്ന ഒരു ചാനലാണ് A+ ട്യൂബ്. നിങ്ങളിത് ഫോളോ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക, മറ്റുള്ളവർക്ക് വേണ്ടി ഷെയർ ചെയ്യുക. ലൈക്ക് ചെയ്യാൻ ഞാൻ പറഞ്ഞ് തളർന്നു. എത്ര പേരാ ചെയ്യുന്നത്? ചെയ്ത സന്തോഷം, സ്നേഹം, നന്ദി.